ഉല്ലാസ് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത സക്രിയ പോത്തൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന ചിത്രത്തിലെ രാഹുൽ മാധവാണ് ഇന്നത്തെ അതിഥി. രാഹുലിന് സ്വാഗതം. നമസ്കാരം. എന്താണ് ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞ പോലെ ഉല്ലാസ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹമാണ് ഡയറക്ടർ. നവാഗതനായൊരു ഡയറക്ടറാണ് അദ്ദേഹം. നവാഗതൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനു മുമ്പ് കുറേ പടങ്ങൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, നല്ല ടെക്നീഷ്യനാണ്, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണ്. ഈ പടത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരു മർഡർ മിസ്റ്ററിയാണ്, ക്രൈം ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് പടം. രാഹുലൊരു ഏതാണ്ട് 7-8 വർഷമായി ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ഒരു നായക സ്ഥാനത്തേക്ക് വരുന്ന സിനിമയല്ല ഇത്. കുറേ അധികം പേരുണ്ട് ഇതിനകത്ത്. മനോജ് കെ ജയനുണ്ട്, അതേപോലെ തന്നെ ലാലുണ്ട്, ലാൽ സാർ, മനോജ് കെ ജയൻ, ബാബു ആന്റണി ഉണ്ട്, മുരളീകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പുതിയ. എന്താണ് ആ ചിത്രം പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒരു അതിൻ്റെ ഒരു കണ്ടന്റ് ത്രില്ലറാണോ അതോ എന്താണ്? ത്രില്ലറാണ്, ഹ്യൂമറാണോ, എന്താണ് അത്? ഫാമിലി ഓറിയന്റഡ് സിനിമയാണോ, എന്താണ്? ഫാമിലി ഓറിയന്റഡ് സിനിമയാണ്, ത്രില്ലറാണ്. അങ്ങനെ വലിയൊരു ഒന്നും വലുതായിട്ടൊന്നും അങ്ങനെ ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഒരു നല്ല സിനിമ, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യണം. നല്ലൊരു സിനിമ, നല്ല ഡയറക്ടർ, നല്ല കാസ്റ്റ്, ഒരു നല്ല ടീം, ക്രൂ, ടെക്നീഷ്യൻസ് ആണെങ്കിലും. ഞാനിത് കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം, ഞാനിതൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറസ് ലൈനാണ്. ഞാൻ ഒത്തിരി അറ്റംപ്റ്റ് ചെയ്യാത്തൊരു ലൈനാണ് ഹ്യൂമർ. മിഡിൽ ഓഫ് ബ്ലാങ്കട്ട എന്ന് പറയുന്ന പടം കഴിഞ്ഞിട്ട് ഹ്യൂമർ ലൈനിൽ അറ്റംപ്റ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണിത്. സോ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അതൊക്കെയാണ്. ലാൽ സാർ, മനോജ് കെ ജയൻ, ബാബു ആന്റണി, സീനിയർ ആക്ടേഴ്സ്, വെരി ടാലൻറ്റഡ്. ഞാൻ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന മുഖങ്ങൾ. അവരുടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയ ഭാഗ്യം എനിക്ക് ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. നവംബർ 3-ാം തീയതിയാണ് അതിൻ്റെ. ഇനി ഏതാണ്ട് 1.5 ആഴ്ച ബാക്കി നിൽപ്പുണ്ട്. അപ്പോഴത്തേക്കും വില്ലൻ്റെയൊക്കെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഗ്രാഫ് താഴേക്ക് വരും അല്ലേ പ്രേക്ഷകരുടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇല്ല, ഒരിക്കലും അങ്ങനെ നമ്മളൊരു പടം അങ്ങനെ താഴേക്ക് വന്നിട്ട് നമ്മുടെ പടം കയറണം അങ്ങനെ ഒരു പ്രതീക്ഷ ഒരിക്കലും ഇല്ല. അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രതീക്ഷ. എല്ലാ പടങ്ങളും ഓടണം, കൂടെ നമ്മളും. പ്രേക്ഷകർ കാണുമ്പോൾ എല്ലാ പടങ്ങളും ഓടണം, നമ്മൾ മാത്രം നിൽക്കണം എന്ന് പറയുന്ന ഒരു വളരെ തെറ്റായൊരു അഭിപ്രായം തോന്നുന്നു. ഈ സിനിമയുടെ ബാക്കി പിന്നണിയിൽ പ്രവർത്തിച്ചവരാരൊക്കെയാണ്? അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഫുൾ ട്രാക്ക് മനോജ് ചേട്ടൻ്റെ ഒരു ട്രാക്ക് ഉണ്ട്. ഓക്കെ. മനോജ് കെ ജയനും പാടിയിട്ടുണ്ട് അല്ലേ? ഇല്ല, പുള്ളി പാടിയിട്ടില്ല. പുള്ളിനെ വെച്ച് കൊറിയോഗ്രാഫ് ചെയ്ത ഒരു പാട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ സിനിമ ഇനിയും റിലീസാകാൻ ഒരു 1.5 ആഴ്ച ബാക്കി നിൽക്കുന്നു. സിനിമയുടെ ഏതാണ്ടൊരു ഏകദേശ രൂപം ഇപ്പോൾ രാഹുൽ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഹ്യൂമറാണ് താങ്കൾ ചെയ്യുന്നത്, ഒപ്പം ഫാമിലിക്ക് മുഴുവൻ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞു. ഈ സിനിമ എന്തുകൊണ്ട് പ്രേക്ഷകർ കാണണം എന്നുകൂടി പറയണം. ഐ തിങ്ക് പ്രേക്ഷകരായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഐ തിങ്ക് ഇപ്പോഴത്തെ പ്രേക്ഷകർ ഒരു ട്രെയിലർ, ഒരു പാട്ടൊക്കെ കാണുമ്പോഴത്തേക്കും അവർ തന്നെ ജഡ്ജ് ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, എൻ്റെ ജോലി ഇങ്ങനെ ഒരു പടമുണ്ട് എന്ന് പറയുന്നതാണ്. അവർ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതിരിക്കുന്ന പ്രേക്ഷകരുടെ പോയിന്റ് ഓഫ് വ്യൂ. സോ എൻ്റെ ജോലി ഇങ്ങനെ ഒരു പടമുണ്ട് എന്ന് പറയുന്നതിലാണ്. അത് ഇപ്പോഴത്തെ പ്രേക്ഷകരൊക്കെ നല്ല വെരി വെരി സ്ട്രോങ്. ആസ് ഇൻ ഒരു ട്രെയിലർ കാണുമ്പോൾ അതിൻ്റെ മൂഡും ഫീലും മനസ്സിലാക്കി തന്നെയാണ് അവർ പടം കാണാൻ പോകുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ട്രെയിലർ ഒക്കെ കണ്ടിട്ട് തന്നെയാണ്. അവരിപ്പം തന്നെ ഒരു രാഹുലിന് പറയാനുള്ളത്. ഏതായാലും ഉല്ലാസ് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സക്രിയ പോത്തനുടൻ തന്നെ തിയേറ്ററിലെത്തും. അത് രാഹുലിൻ്റെ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ, നമ്മളാരും ആ സിനിമ കണ്ടില്ല, രാഹുലിൻ്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ അതൊരു നല്ല എല്ലാ പ്രേക്ഷകരെയും സന്തോഷിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന സിനിമയാണ്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണ്. എല്ലാ ആശംസകളും രാഹുൽ മാധവന് നേരുന്നു. ഒപ്പം സിനിമ വിജയിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഇതോടെ ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.